ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. വസ്ത്രമഹാത്ഭുതം, ഗാന്ധി സ്ക്വയർ, മുനിസിപ്പൽ മൈതാനം, തൊടുപുഴ. പൊതുശ്മശാനമില്ലാത്ത കോതമംഗലം നഗരസഭ ഓഫീസ് ശ്മശാനത്തിന് തുല്യമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി നഗരസഭയിലെ ഇടതുഭരണത്തിനെതിരെ കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബിൻ വർക്കി. കോതമംഗലം നഗരസഭയിൽ നാളിതുവരെ പൊതുശ്മശാനം നടപ്പിലാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത LDF ഭരണസമിതിയുടെ 3 വർഷത്തെ ഭരണത്തിന് കീഴിൽ നഗരസഭാ ഓഫീസ് തന്നെ ശ്മശാനത്തിന് തുല്യമായതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി ആരോപിച്ചു. നഗരസഭയിലെ ഇടതുഭരണത്തിനെതിരെ കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബിൻ വർക്കി. രാത്രിയായാൽ കോതമംഗലം ഇരുട്ടിലാണ്. 31 വാർഡിലും വഴിവിളക്കുകൾ തെളിയുന്നില്ല. ഈ നാടിന്റെ സാമാന്യമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഈ കോതമംഗലത്ത് ജീവിക്കുന്ന ഓരോ നിവാസികൾക്കും വളരെ വ്യക്തമാണ്. നാട്ടിൽ വഴിവിളക്ക് മാത്രമല്ല, ഇവിടെ പൊതു ശ്മശാനം കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി തീരുമാനിച്ചപ്പോഴൊക്കെ അതിനുള്ള എല്ലാവിധമായ പേപ്പർ വർക്കുകൾ നീക്കിയിട്ടും ഈ കാലം ഇത്രയായിട്ടും സ്ഥലവും എടുത്ത് 45 സെന്റ് സ്ഥലവും എടുത്തു കഴിഞ്ഞിട്ടും അതിന്റെ പണി തുടങ്ങുവാനോ പൂർത്തീകരിക്കുവാനോ അത് പ്രാവർത്തികമാക്കാനോ സാധിച്ചില്ല എന്ന് പറയുമ്പോ ഈ കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഭരണം തന്നെ അത് ഒരു പൊതു ശ്മശാനത്തിൽ കൊണ്ടെത്തിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് PR അജി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AG ജോർജ്, KP ബാബു, അബു മൊയ്തീൻ, ഷമീർ പനകിൽ എന്നിവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.